യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യമായി ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. ഫോട്ടോഷോപ്പ് നമ്മൾ എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി വേറെ ബാക്ക്ഗ്രൗണ്ട് ഇടാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ടാണ്. അത് മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതിവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത ശേഷം ഫയലിൽ നമ്മൾ ഓപ്പൺ ചെയ്യും. അതിന് ഷോർട്ട് കട്ട് കൺട്രോൾ ഓ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ വേണ്ടത് അവിടെ ഒരു പിക്ചർ ഞാൻ എടുത്തു. അത് ഈ പിക്ചർ എടുത്തു ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. ആ മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എനിക്കത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അത് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പെൻ ടൂൾ എടുത്ത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം നമുക്ക്. എന്നിട്ട് അതിന് ഫെദർ കൊടുത്തിട്ടൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറേ ടൈം എടുക്കും. അതൊന്നും ഇല്ലാതൊരു സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ നേരെ സെലക്ട് ചെയ്ത ഓപ്ഷൻ എടുക്കുക. സെലക്റ്റിൽ താഴത്തേക്ക് ഇങ്ങനെ പോയി സബ്ജക്റ്റ് കണ്ടിട്ടുണ്ടോ? ഈ സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒന്നിങ്ങനെ സിസ്റ്റം സ്ലോ ആയിരുന്നു. അപ്പോൾ അതിൽ മൊത്തം നമുക്ക് കാണില്ല. അവിടെ ഒരു ചെറിയൊരു മാജിക് ടൂളായിട്ട് ഒരു ഇത് വന്നുള്ളത്. എന്നിട്ട് നേരെ നമ്മൾ ലെയറിൻ്റെ അവിടേക്ക് പോയിട്ട് അതിൽ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറും. ഓക്കെ, മാസ്ക് കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറും. ബാക്ക്ഗ്രൗണ്ട് മൊത്തം കട്ടായി കിട്ടി. ഇനി നമുക്ക് പുതിയൊരു ലെയർ എടുക്കണം. അതിന് നമ്മൾ ന്യൂ ലെയറുടെ കൺട്രോൾ ഷിഫ്റ്റ് N അടിച്ചാലും മതി, അല്ലെങ്കിൽ പുതിയ ഒരു ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ പുതിയൊരു ലെയർ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ഇതിന് ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നമുക്കിതിൽ ആ ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇനി എനിക്ക് ഈ ഇമേജ് എനിക്ക് മുകളിൽ കിടണം. ഈ ഇമേജ് എടുത്ത് ഞാൻ മുകളിൽ കിട്ടാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയറായി കിട്ടിയത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സൈഡൊന്ന് ബ്ലർ ടൂൾ എടുക്കുക. ബ്ലർ ടൂൾ എടുത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ബ്ലർ ചെയ്തെടുക്കാം. അവിടെ എപ്പോഴും ബ്ലറുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്ട്രെങ്ത്ത് ഒരു 34 കൊടുക്കുകയാണെങ്കിൽ നോർമലി കിട്ടും. നമ്മൾ കൂടുതൽ കൊടുത്താൽ സൈഡ് മൊത്തം ബ്ലറായിട്ട് പടം ഒരു മൊത്തം ബ്ലറായ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബ്ലർ ഉണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കണം. അപ്പോൾ ഞാൻ വീണ്ടും സെലക്ട് ചെയ്ത് കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.